സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെലക്ട് ചെയ്തിട്ടുള്ള 50 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് ചെന്നൈയിലാണ്. ചെന്നൈ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച ശുചിത്വ സാഗര സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം എന്ത്? ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ലക്ഷ്യം. തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക എന്നതാണ്. തീരപ്രദേശങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യമുക്തമാക്കുക. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏത്? 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ചിലിയാണ്. ചിലി. USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായിട്ടാണ് 2026 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. USA, മെക്സിക്കോ, കാനഡ. കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം ഏതാണ്? കർണാടക സംഗീതത്തിൽ രാത്രിയിൽ ആലപിക്കുന്ന രാഗം നീലാംബരിയാണ്. ഓപ്ഷൻ എ നീലാംബരി. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിൻ്റെ പേര് ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം. പുസ്തകം രചിച്ചത് മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? വിറ്റാമിൻ സിയുടെ കുറവ് മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ഓപ്ഷൻ എ ആണ് ഉത്തരം, സ്കർവി. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. സെറിബ്രത്തെക്കുറിച്ച് പ്രസ്താവനകൾ വായിക്കാം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലനനില പാലിക്കുന്നു. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. സെറിബ്രത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ശരിയാണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നതാണ് സെറിബ്രത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് മാതൃജ്യോതി. പദ്ധതിയുടെ പേര് മാതൃജ്യോതി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമേത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്കാണ്. ത്വക്ക്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, കാർബൺ ഡൈ ഓക്സൈഡ്. മെനിഞ്ചൈറ്റിസ് രോഗം മനുഷ്യ ശരീരത്തിന്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. മെനിഞ്ചൈറ്റിസ് ബാധിക്കുന്നത് തലച്ചോറിനെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഐക്യരാഷ്ട്രസഭയുടെ 27ാമത് കാലാവസ്ഥ ഉച്ചകോടിക്ക് ഏത് രാജ്യമാണ് ആതിഥേയത്വം വഹിച്ചത്? ഈജിപ്താണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, ഈജിപ്ത്. 2022 ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച രോഗം ഏത്? 2022 ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായിട്ട് പ്രഖ്യാപിച്ച രോഗമാണ് മങ്കി പോക്സ്. ഓപ്ഷൻ സി, മങ്കി പോക്സ്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കുന്നത്
കോൺവെക്സ് ദർപ്പണമാണ്. ഓപ്ഷൻ എ കോൺവെക്സ് ദർപ്പണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് വസന്തത്തിന്റെ തടാകം എന്ന് അറിയപ്പെടുന്നത്? വസന്തത്തിന്റെ തടാകം ലാക്കസ് വെറീസ് ആണ്. ഓപ്ഷൻ എ ലാക്കസ് വെറീസ്. ജലത്തിന്റെ സാന്ദ്രത 1000 kg/m³ ആണ് ജലത്തിന്റെ സാന്ദ്രത. 1000 kg/m³. 1000 kg/m³. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റമാണ് വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറുന്നു. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുവാനായി അതിൽ ചേർക്കുന്ന പദാർത്ഥമാണ് സൾഫർ. ഓപ്ഷൻ ബി സൾഫർ. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഒലിവർ ഡെമൻ ആണ്. എല്ലാവർക്കും ദാനം ചെയ്യാവുന്ന രക്തഗ്രൂപ്പ് ഏത്? O ഗ്രൂപ്പാണ്. ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉപകരണമാണ് ഇലക്ട്രോകാർഡിയോഗ്രാം. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഹീമോഫീലിയ. രക്തദാനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. മാസത്തിലൊരിക്കൽ രക്തം ദാനം ചെയ്യാം. 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. ശരിയായവ തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 2ഉം 3ഉം ശരിയാണ്. 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് രക്തം ദാനം ചെയ്യാം. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർ രക്തം ദാനം ചെയ്യരുത്. ആമാശയ രസത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് നിശാന്തത ഉണ്ടാകുന്നത്? വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ്. വിറ്റാമിൻ എ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ബാക്ടീരിയകളാണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ ഫംഗസുകളാണ്. ലാസ്റ്റത്തെ ഓപ്ഷനിൽ ആൽഗകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. എയ്ഡ്സിന് കാരണമായ സൂക്ഷ്മജീവികൾ വൈറസുകളാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതലാകുന്നത്? ചുവടെ കൊടുത്തിരിക്കുന്ന ഹോർമോണുകളിൽ ഏതിൻ്റെ അഭാവം മൂലമാണ് ഒരാളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണ നിലയേക്കാൾ കൂടുതൽ ആകുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇൻസുലിൻ്റേതാണ്. ആൻറ്റിബയോട്ടിക്കായ പെൻസിലിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര്? കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ചില രോഗങ്ങളും അവയ്ക്കെതിരായ വാക്സിനുകളും ചുവടെ കൊടുത്തിരിക്കുന്നു. അവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. ക്ഷയമാണ്. ക്ഷയം BCG. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ് റെഡ് റിബൺ അടയാളം? റെഡ് റിബൺ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എയ്ഡ്സ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഏത്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ജനീവ. COVID-19 കാരണമായ രോഗാണുക്കൾ ഏത് വർഗത്തിൽപ്പെടുന്നു? COVID-19 കാരണമായ രോഗാണുക്കൾ വൈറസ്. ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏവ? 1956 കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥാപനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനമാണ് SIDBI. LIC ഇൻഷുറൻസ് കമ്പനികൾ, ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നിവ ഈ പട്ടികയിൽ പെടുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3 മാത്രം. 1, 3 മാത്രം. താഴെ പറയുന്നവയിൽ ജപ്പാനിൽ രൂപപ്പെട്ട മതം ഏത്? ജപ്പാനിൽ രൂപപ്പെട്ട മതം ഷിൻഡോ. ഓപ്ഷൻ ബി. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ISRO ചെയർമാൻ മോഹൻ കുമാർ. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3, 4 എന്നിവ ശരിയാണ്. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ശരിയാണ്. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേര് വിക്രം. ശരിയാണ്. ചന്ദ്രയാൻ 3 മൊത്തം ചെലവ് 615 കോടി രൂപ. ശരിയാണ്. ISRO ചെയർമാൻ കമന്റ് ചെയ്യുക. അടുത്തത്, സിറോഫ്താൽമിയ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? സിറോഫ്താൽമിയ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാക്കുന്നതാണ് സിറോഫ്താൽമിയ. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചതെന്നാണ്? കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് 2014 നവംബർ 9-നാണ്. 2014 നവംബർ 9. ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഗ്ലോക്കോമ ബാധിക്കുന്നത് കണ്ണിനെയാണ്. കണ്ണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? വൈറസ് രോഗം അല്ലാത്തത് എലിപ്പനിയാണ്. എലിപ്പനി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു എലിപ്പനി ഫംഗസ്, ക്ഷയം ബാക്ടീരിയ, വട്ടച്ചൊറി പ്രോട്ടോസോവ, നിപ്പ വൈറസ്. ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 4 എന്നിവ ശരിയാണ്. ക്ഷയം ബാക്ടീരിയ ശരിയാണ്. നിപ്പ വൈറസ് ശരിയാണ്. എലിപ്പനി വരുന്നത് ബാക്ടീരിയയാണ്. വട്ടച്ചൊറി ഫംഗസ് ആണ്. നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? നീതിന്യായ വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗത്തിൽ നിന്ന് വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 50 ആണ്. അനുച്ഛേദം 50. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. BCG എടുക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതിനെ പ്രതിരോധിക്കാനാണ്? BCG ട്യൂബർകുലോസിസ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ട്യൂബർകുലോസിസ്. ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായി അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഒരാൾ ഇന്ത്യൻ പ്രസിഡന്റായിട്ട് അധികാരമേൽക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം ഏത്? ബോക്സൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം അലൂമിനിയമാണ്. അലൂമിനിയം. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. ഡോക്ടർ പൽപ്പു. 50 ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.